ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. LP UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അതേപോലെ തന്നെ LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. ഇത് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം, ഇതാണ് ഇവിടെ ആൻസർ. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയതെന്ന്? അഭിലാഷ് ടോമി ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2013 മാർച്ച് 31. 2013 മാർച്ച് 31 ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത്. 2013 മാർച്ച് 31. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്. വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം, അതായത് ബുഷ്മൻ, തോറക്. ബുഷ്മനും തോറക്കുമാണ് താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. ബുഷ്മൻ, തോറക്ക്, അതായത് ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4 ഇവ രണ്ടുപേരുമാണ് ഗോത്രവർഗ്ഗങ്ങൾ, ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി ആണ്. കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. കുട്ടികളുടെ ചൈൽഡ് ലേബർ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ അതിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. സമാധാനത്തിന് വേണ്ടി നോബൽ പ്രൈസ് നേടിയ ഇന്ത്യനാണ് കൈലാസ് സത്യാർത്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പുറനാനൂറ് എന്ന സംഘകാല കൃതിയിലാണ് മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി എന്ന വരികൾ ഉള്ളത്. പുറനാനൂറ്. ആൻസർ ഓപ്ഷൻ ബി, പുറനാനൂറ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ വിളിക്കുന്ന പേരെന്ത്?
ആൻസർ ഓപ്ഷൻ എ ആണ് മൂലധനം. മൂലധനമാണ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആര്? 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ്. കിലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. ഗോൾഡൻ ബോൾ ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ലയണൽ മെസ്സി ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. അതേപോലെ തന്നെ വിന്നേഴ്സ് അർജൻറ്റീനയാണ്. റണ്ണേഴ്സ് ഫ്രാൻസ് ആണ്. 3-ാം സ്ഥാനം ക്രൊയേഷ്യ, 4-ാം സ്ഥാനം മൊറോക്കോ. അപ്പോൾ ഇവിടെ ആൻസർ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബാപ്പെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2013 സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഐസൺ. ഐസൺ എന്ന വാൽനക്ഷത്രമാണ് 2013 സൗരയൂഥത്തിൽ എത്തിയത്. ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏത്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏത്? ആൻസർ പാർമ. പാർമയാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല. പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 82 ഡിഗ്രി 30 ഈസ്റ്റ്. 82 ഡിഗ്രി 30 ഈസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഡി ആണ് ആൻസർ. 23 ഡിഗ്രി 30 നോർത്ത്. 23 ഡിഗ്രി 30 നോർത്താണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. മാനക രേഖാംശം, ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 ഈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലുള്ള വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി. ഏകദേശം 30 വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി കോണളവാണ് അതിനിടയിലുള്ള വ്യാപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ രൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ രൂപത്തിൻ്റെ പേരെന്ത്? നിക്ഷേപണ ഭൂരൂപം, അതിൻ്റെ പേരെന്താണ്? ആൻസർ കരേവ. ആൻസർ കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. ആൻസർ ഓപ്ഷൻ ബി കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം. താഴെ തന്നിരിക്കുന്നവയിൽ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? ആൻസർ പഞ്ചസാര വ്യവസായം. താഴെ തന്നിരിക്കുന്നവയിൽ കൃഷി അധിഷ്ഠിതമായൊരു വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. വിശാഖപട്ടണം. ആൻസർ ഓപ്ഷൻ ബി വിശാഖപട്ടണം.
ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഷിപ്കില. ഷിപ്കില ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ആൻസർ സി ആണ്, കൽക്കരി. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. തന്നിരിക്കുന്നവയിൽ കൽക്കരി ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 എന്നിവ മാത്രം. 1ഉം 2ഉം എന്നിവ മാത്രമാണ് ശരിയായ വസ്തുത, ശരിയായ പ്രസ്താവന. 1, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. 2, ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. 3, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നു. അപ്പം 3 ശരിയായ പ്രസ്താവനയല്ല, 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1, 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം എന്നിവ മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏതു വർഷമാണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1986. 1986 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്, നോയിഡ. അപ്പോൾ ഇവിടെ ആൻസർ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986. ഓപ്ഷൻ ബി 1986. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ 2023 ഫെബ്രുവരി മാസം നടന്ന SSLC ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഇത്തരത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.